നമസ്കാരം. ഭാരതത്തിന്റെ മണ്ണിൽ ഇനി പഴയ പോലെ കാര്യങ്ങൾ നടക്കില്ലെന്ന കൃത്യമായ തിരിച്ചറിവ് ഒടുവിൽ മുസ്ലിം സംഘടനകൾക്കും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരാനിരിക്കുന്ന ബലിപ്പെരുന്നാൾ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രമുഖ മുസ്ലിം സംഘടനയായ ഓൾ ഇന്ത്യ പാസ്മണ്ട ഉലമ ബോർഡ് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നിർദ്ദേശം പെരുന്നാൾ ദിനത്തിലെ ബലികർമ്മങ്ങളിൽ നിന്ന് പശുവിനെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ്. ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന ശക്തമായ നിയമവ്യവസ്ഥയും കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നിലപാടുകളെയും ഭയന്ന് അനാവശ്യമായ നിയമ നടപടികളിൽ പെടാതിരിക്കാൻ സംഘടനകൾ നടത്തുന്ന മുൻകരുതൽ നീക്കമാണ്. നിയമങ്ങൾ കർശനമാകുമ്പോൾ, ഭരണകൂടം ശക്തമാകുമ്പോൾ എങ്ങനെയാണ് ചില സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ നേർചിത്രമാണിത്. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധന നിയമങ്ങൾ അതിശക്തമായാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. UP, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ നിയമലംഘകർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് സ്വീകരിച്ചു പോരുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ പശുവിന് നൽകുന്ന പവിത്രമായ സ്ഥാനത്തെ മാനിക്കാനും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാതിരിക്കാനും എല്ലാവരും ബാധ്യസ്ഥരാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബലികർമ്മങ്ങളിൽ പശുവിനെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പാസ്മണ്ട ഉലമ ബോർഡ് അധ്യക്ഷൻ ഉബൈദുള്ള കാസ്മിക്ക് പരസ്യമായി പറയേണ്ടി വന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ കടുത്ത വാദമുഖങ്ങൾ ഉയർത്തിയിരുന്നവർ പോലും ഇപ്പോൾ രാജ്യത്തെ നിയമങ്ങളെയും ജനവികാരങ്ങളെയും ഭയപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ബലിയർപ്പിക്കാൻ അനുവദനീയമായ മൃഗങ്ങളുടെ കൂട്ടത്തിൽ പശു ഉൾപ്പെടുന്നുണ്ടെന്ന് ഉലമ ബോർഡ് പറയുന്നുണ്ട്. ഭാരതത്തിലെ നിയമങ്ങൾക്ക് മുന്നിൽ ശരീഅത്ത് നിയമങ്ങളുടെ അനാവശ്യ ശാഠ്യങ്ങൾ മാറ്റിവെക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. നിയമപരമായ വിലക്കുകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പശുവിനെ ബലി നൽകുന്നത് വലിയ നിയമപ്രശ്നങ്ങൾക്കും ക്രമസമാധാന തകർച്ചയ്ക്കും കാരണമാകുമെന്ന് സംഘടന ഭയപ്പെടുന്നു. സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചെറുതായിരിക്കില്ലെന്ന കൃത്യമായ ബോധ്യം ഈ ആഹ്വാനത്തിന് പിന്നിലുണ്ട്. ഭാരതത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ അതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ നിലവിലെ ഭരണകൂടങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന സന്ദേശം കൃത്യമായി താഴെത്തട്ടിലെത്തിക്കാൻ ഈ മുസ്ലിം സംഘടനകൾ തന്നെ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത്തരമൊരു നിർണായക തീരുമാനത്തിലേക്ക് മുസ്ലിം സംഘടനകളെ നയിച്ചത് ഒരു ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല. രാജ്യത്തെ പ്രധാന സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധന നിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെ ഉണ്ടായ കടുത്ത ഭരണകൂട നടപടികളാണ് ഇതിന് പിന്നിൽ. ഉത്തർപ്രദേശിൽ യോഗി സർക്കാരും മധ്യപ്രദേശിലും കർണാടകയിലുമെല്ലാം BJP സർക്കാരുകൾ അധികാരത്തിൽ വന്നതിനു ശേഷം നിയമവിരുദ്ധമായി പശുക്കളെ കടത്തുന്നവർക്കും കശാപ്പ് ചെയ്യുന്നവർക്കുമെതിരെ കർശനമായ ഗുണ്ട ആക്ടും ദേശീയ സുരക്ഷാ നിയമവും വരെയാണ് ചുമത്തിയത്. നിയമലംഘകരുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ബുൾഡോസർ നടപടികളിലേക്ക് വരെ ഭരണകൂടം കടക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇനി ഭാരതത്തിലെ നിയമത്തോട് കളിച്ചാൽ കളി മാറുമെന്ന് മുസ്ലിം ഉലമ ബോർഡിന് കൃത്യമായി ബോധ്യപ്പെട്ടത്. മറ്റൊരു പ്രധാന വശം, കാലങ്ങളായി ഭാരതത്തിൽ നിലനിന്നിരുന്ന വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ പൂർണ്ണമായ തകർച്ചയാണ് ഈ സംഭവം കാണിക്കുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങളെയും അവരുടെ സനാതന വിശ്വാസത്തെയും ചവിട്ടിമെതിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ മടിച്ചിരുന്നില്ല. പശുവിനെ അമ്മയാ കാണുന്ന കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളുടെ വികാരങ്ങൾക്ക് അന്ന് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നുമില്ല. എന്നാൽ ഇന്ന് രാജ്യം മാറിയിരിക്കുന്നു. സനാതന ധർമ്മത്തിന്റെ ശക്തമായൊരു ഉണർവ് ഭാരതത്തിലുടനീളം ദൃശ്യമാണ്. ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇനി ഇവിടെ ആർക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ കഴിയില്ലെന്ന അവസ്ഥ വന്നതോടെയാണ് ഇത്തരം മതസംഘടനകൾക്ക് തങ്ങളുടെ പരമ്പരാഗത ശാഠ്യങ്ങൾ തിരുത്തേണ്ടി വന്നിരിക്കുന്നത്. സാമുദായിക സൗഹാർദ്ദം നിലനിർത്താനും സംഘർഷങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ തീരുമാനമെന്ന് സംഘടനകൾ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം ശക്തമായ ഭരണകൂടത്തോടുള്ള ഭയം മാത്രമാണ്. ശക്തമായ നിയമനിർമ്മാണങ്ങളിലൂടെ മാത്രമേ രാജ്യത്ത് അച്ചടക്കവും സമാധാനവും കൊണ്ടുവരാൻ സാധിക്കൂ എന്ന നിലപാടിന്റെ വിജയമാണിത്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ അന്തരീക്ഷം വഷളാക്കാൻ ശ്രമിച്ചാൽ നിയമത്തിന്റെ കൈകൾ തങ്ങളെ തേടിയെത്തുമെന്ന ഭയം തന്നെയാണ് ഇത്തരം നിലപാടിലേക്ക് ഉലമ ബോർഡിനെ നയിച്ചത്. നിയമം അനുസരിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണെന്നും പശുവിനെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കലാണ് ഈ സാഹചര്യത്തിൽ ബുദ്ധിയെന്നും പറയുന്നതിലൂടെ ഭാരതത്തിലെ നിലവിലെ രാഷ്ട്രീയ ദിശയെ ഉൾക്കൊള്ളാൻ തങ്ങൾ തയ്യാറാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും ബലിപ്പെരുന്നാൾ ദിനങ്ങളിൽ അനാവശ്യമായ വെല്ലുവിളികൾക്ക് മുതിരാതെ നിയമം പാലിച്ച് മുന്നോട്ടു പോകാൻ മുസ്ലിം സംഘടനകൾ നൽകിയ ഈ ആഹ്വാനം വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം നമുക്ക്. ഭാരതത്തിന്റെ പരമാധികാരത്തെയും ഇവിടുത്തെ ജനവികാരത്തെയും തൃണവൽക്കരിച്ച് മുന്നോട്ടു പോകാൻ ഇനി ആർക്കും സാധിക്കില്ലെന്ന കൃത്യമായ ഭയവും തിരിച്ചറിവും ഉള്ളതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സംഘടനകൾക്ക് ഇപ്പോൾ സ്വന്തം സമുദായത്തോട് ഇത്തരം നിലപാടിലേക്ക് പിൻവാങ്ങാൻ പരസ്യമായി ആവശ്യപ്പെടേണ്ടി വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാവി എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വരും നാളുകളിൽ ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന
വലിയ മാറ്റങ്ങളുടെ ഒരു ട്രെയിലർ മാത്രമാണിത്. ശക്തമായ കേന്ദ്ര ഭരണകൂടവും വിട്ടുവീഴ്ചയില്ലാത്ത നിയമപാലനവും ഉണ്ടായാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുന്നിൽ ഏത് കടുംപിടുത്തക്കാരും മുട്ടുമടക്കാൻ നിർബന്ധിതരാകുമെന്നതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭാരതത്തെയും ഇവിടുത്തെ നിയമങ്ങളെയും ഭയന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളിലും ഉണ്ടാക്കിയെടുക്കാൻ നിലവിലെ കർശനമായ ഭരണകൂട നിലപാടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. വരും തലമുറകൾക്ക് ഭാരതീയ നിയമങ്ങളോടും സംസ്കാരത്തോടും പൂർണ്ണമായ ബഹുമാനവും ഭയഭക്തിയും ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾ ഭാവിയിൽ വഴിതെളിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിയമം ലംഘിച്ചാൽ ഭവിഷ്യത്ത് കഠിനമായിരിക്കുമെന്ന ഭയമാണിപ്പോൾ ഈ സംഘടനകളെ കൊണ്ട് സ്വന്തം ശരീഅത്ത് നിയമങ്ങളിൽ പോലും മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്തരം കടുംപിടുത്തക്കാരായ മതസംഘടനകൾക്ക് തങ്ങളുടെ ശരീഅത്ത് നിയമങ്ങളുടെ അനാവശ്യ ശാഠ്യങ്ങളിൽ നിന്ന് ഇത്രയധികം പിന്നോട്ട് പോകേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. കാലങ്ങളായി രാജ്യത്തിന്റെ പൊതു നിയമങ്ങളെക്കാൾ തങ്ങളുടെ മത നിയമങ്ങൾക്കാണ് മുൻഗണന എന്ന് വാദിച്ചിരുന്നവർക്ക് ഇന്ന് ഭാരതീയ ഭരണഘടനയ്ക്കും ഇവിടുത്തെ ശക്തമായ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. ശക്തമായ ഒരു ഭരണകൂടം ഡൽഹിയിൽ ഭരിക്കുമ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയെയും വെറുതെ വിടില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ താഴെത്തട്ടിലേക്ക് നൽകപ്പെടുന്നത്. ഭാരതത്തെയും ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ആചാരങ്ങളെയും നിരന്തരം വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് ഇതിലൂടെ അറുതിയാകുന്നത്. നിയമം അനുസരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് പരസ്യമായി സമ്മതിക്കേണ്ടി വരുന്ന ഈ സാഹചര്യം വരുന്ന ആളുകളിൽ രാജ്യത്ത് വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണ്. മതത്തിന്റെ പേരിൽ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ നിയമത്തിന്റെ കൈകൾ തങ്ങളെ തേടിയെത്തുമെന്ന ഭയം ഒടുവിൽ ഉലമ ബോർഡിന്റെ ഈ ആഹ്വാനത്തിലൂടെ വ്യക്തമായി കഴിഞ്ഞു. ഭാരതത്തിന്റെ പരമാധികാരത്തിന് മുകളിലല്ല ഒരു മത നിയമവും എന്ന സത്യം വരും തലമുറകൾക്കും വലിയ പാഠമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിയമങ്ങൾ കടലാസിൽ ഒതുങ്ങാനുള്ളതല്ലെന്നും ഭാരതത്തിന്റെ പരമാധികാരത്തിന് മുകളിലല്ല ഒരു മത നിയമവും എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ മുസ്ലിം സംഘടനകൾക്ക് പോലും പരസ്യമായി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. വരുന്ന ആളുകളിൽ രാജ്യം കൈവരിക്കാൻ പോകുന്ന വലിയൊരു സാമൂഹിക അച്ചടക്കത്തിന്റെ വ്യക്തമായ തുടക്കമാണിത്. ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളെയും ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങളെയും ഭയഭക്തിയോടെ മാനിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.